അതിക്രൂരമായൊരു വാർത്ത വരുന്നു. ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊന്നെന്ന കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ നേപ്പാളി സ്വദേശികൾ അറസ്റ്റിൽ. നേപ്പാളി യുവതിയുടെ പരാതിയിൽ ഭർത്താവിനെയും മാതാപിതാക്കളെയുമാണ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബാഗിലാക്കി കുഴിച്ചിട്ടു എന്നാണ് പ്രതികളുടെ മൊഴി. നേപ്പാൾ സെമീൻപൂൾ ജില്ലയിലെ പാർവതി നൽകിയ പരാതിയിലാണ് ഭർത്താവ് റോഷൻ, അമ്മ മഞ്ജു, അച്ഛൻ അമർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പ്രസവിച്ച പിറ്റേ ദിവസം 3 പേരും ചേർന്ന് ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. 7-ാം മാസത്തിലാണ് പാർവതി ഇവർ ജോലി ചെയ്തിരുന്ന ഹോട്ടൽ മുറിയിൽ പ്രസവിച്ചത്. പ്രസവിക്കാനായി മഞ്ജു മരുന്ന് നൽകിയതായും പരാതിയുണ്ട്. ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പ്രതികൾ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ബാഗിലാക്കി കുഴിച്ചുമൂടിയെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ മൃതദേഹം എവിടെയെന്ന് വ്യക്തമാക്കാൻ പ്രതികൾ തയ്യാറായിട്ടില്ല. മാസങ്ങളായി കുടുംബം പള്ളിത്താഴയിലുള്ള ഹോട്ടലിൽ ശുചീകരണ തൊഴിലാളികളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ അറിവിലില്ല. പിന്നെ ഇപ്പം നിലവിൽ ഈ കംപ്ലയിൻറ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്നത്. അതിൻ്റെ ആവശ്യമുള്ള വിവരങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പോലീസുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 8 months ആയിട്ട് അവർ പിന്നെ അമർ അതേപോലെ തന്നെ അവരുടെ ഭാര്യ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഫാദറും മദറുമാണ് ഇവിടെ ജോലിക്കുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സമയത്ത് കുറച്ച് ദിവസം വന്നിട്ട് മറ്റൊരു താമസിച്ച് പോയതാണ്. പാർവതി ശുചിമുറിയിലേക്ക് പോയ സമയം പ്രതികൾ കുഞ്ഞിനെ കടത്തുകയായിരുന്നു എന്നാണ് മൊഴി. കുഞ്ഞിന്റെ മൃതദേഹത്തിനായി പോലീസ് തെരച്ചിൽ വ്യാപകമാക്കി. പ്രതികളെ മാനന്തവാടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. 24 വയനാട്.